ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് അട്ടപ്പാടിയിലേക്കാണ്. പോകുന്ന വഴിക്ക് കാണുന്ന കുറച്ച് രസകരമായ സംഭവങ്ങളാട്ടോ നിങ്ങളെ കാണിക്കുന്നത്. ഈ റൂട്ടിലൊക്കെ വരികയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ രാവിലെ വരിക, അതല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ. നമ്മൾ വന്നിരിക്കുന്ന സമയം ഏകദേശം ഉച്ചയായിട്ടുണ്ട്. മരങ്ങളും തണലും ഉണ്ടെങ്കിലും ചെറിയ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ ടോപ്പിലൊരു സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്ഥലത്തേക്കാട്ടോ പോകുന്നത്. മുകളിലേക്ക് കയറി വരുന്നതോറും തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ഉച്ച സമയമായത് കാരണം കൊണ്ട് വണ്ടികളൊക്കെ വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാം. ഇതിൽ കൂടെയൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും എപ്പോൾ വന്നാലും നമ്മൾക്ക് ഫസ്റ്റ് വരുന്നൊരു ഫീലാണ്. മരങ്ങളും പൂക്കളും ചെറിയ ചോലകളും ചെറിയൊരു കാറ്റും, അങ്ങനെ പ്രകൃതി അങ്ങോട്ട് ആസ്വദിച്ച് അങ്ങോട്ട് പോകുമ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥലത്ത് എത്തുന്ന അറിയില്ല കേട്ടോ. സാധാരണ നമ്മൾ ഇതിനൊക്കെ പോകുന്ന സമയത്ത് കാട്ട് മൃഗങ്ങളെ കാണാറുള്ളതാണ്. നമ്മൾ വന്ന സമയത്തിൻ്റേതായിരിക്കാം, രാവിലെ നേരത്തെയൊക്കെ വരികയാണെങ്കിലാണ് സാധാരണ കാണാറുള്ളത്. ആ കാണുന്ന മലിൻ്റെ മുകളിലേക്കാട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൊത്തം അട്ടപ്പാടി മൊത്തം നമുക്ക് കാണാം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിത്ര തിരക്ക് കൂട്ടി പോകുന്നത് കേട്ടോ. ഉയരം കൂടുന്തോറും സ്വാദ് കൂടും എന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ. വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും മുകളിലെത്തിയിട്ടാണ് ഫുഡുള്ളൂ കേട്ടോ. പണ്ട് കാലത്തെ പടവിൻ്റെ സ്ട്രോങ് കണ്ടില്ലേ? ആന പിടിച്ചാൽ പോരുമില്ല, അമ്മാതിരി സ്ട്രോങ്ങാണ്. ആനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇതൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്. നമ്മളങ്ങനെ വണ്ടി ഓടിച്ച് അങ്ങനെ മുകളിലോട്ട് കയറും തോറും ഇതാ കാണണോ നമ്മുടെ അടിപൊളി കാഴ്ച കേട്ടോ. അടിപൊളി പെയിൻറ്റിങ്. സ്വാഗതം. വന്നവരെല്ലാവരും നിർത്തിയൊരു സെൽഫി എടുക്കാതെ ഒരു കാരണവശാലും ഇവിടെ നിന്ന് പോകില്ല. അപ്പം നമ്മുടെ സെൽഫി തിരിച്ച് വരുന്ന സമയത്ത് എടുക്കാമെന്നുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര എങ്ങനെ തിരിച്ചു, എവിടെയും നിർത്തുന്നില്ല. നമ്മുടെ ലക്ഷ്യം ആ മൊട്ടക്കുന്നാണ്. വരുന്ന വഴിക്ക് ആകെ കണ്ടത് ഒരു കാട്ടുകോഴിനെയാണ്. അത് നമുക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല. അപ്പോൾ ഇനി മൊട്ടപ്പറമ്പിലും വെച്ചും കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് പറഞ്ഞ സ്ഥലമാണ്. അതാണ് വഴി. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ നിന്നിട്ട് ഒരു വീഡിയോ പകർത്തി നോക്കുകയാണ്. ഒരു 4 മണിക്ക് ശേഷമൊക്കെയാണ് ഇവിടെ വരേണ്ടത് കേട്ടോ. അപ്പോഴാണ് ഒന്നും കൂടി ഒരു ലുക്കുള്ളത്. ഇതാണ് അതിൻ്റെ കാഴ്ചകൾ കേട്ടോ. ആസ്വദിക്കുന്ന പോലെയാണ്. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഞാനെന്തായാലും ഒരുപാട് പ്രതീക്ഷിച്ച് വന്നായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്.